ഹായ് ഹലോ നിഷ്മോള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. കാരണം എന്താ പറയുക, അവൾ ആശിച്ച് മോഹിച്ച് കളരിയിൽ ജോയിൻ ചെയ്ത ദിവസമായിരുന്നു. അതിൻ്റെ ഒരു പൊലിവിലാണ് കേട്ടോ അവൾ ഒറ്റയ്ക്ക് തന്നെ മുടിയൊക്കെ ചീകി ഒതുക്കി പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് പോവാൻ. അവർക്ക് എക്സാം സ്കൂളിൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും അവൾ കാത്തു നിൽക്കുന്നില്ല. ഇതുണ്ടോ, അതൊക്കെ അതിൻ്റെ ഒരു എന്താണ് പൊലിവാണ്. ഹസ്ബൻഡൊക്കെ കളരി പഠിച്ച അവിടെ തന്നെയാണ് കേട്ടോ ഇഷ്മോളെയും കൊണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീട് എത്തിയിട്ടുണ്ട്. അവർ അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇഷ്മോൾക്ക് ഭയങ്കര ചെമ്മലുണ്ട് കേട്ടോ. എനിക്കാണെങ്കിലോ ഫസ്റ്റ് ടൈം കുട്ടികളെ സ്കൂൾ കൊണ്ടുപോകുന്ന ആ ഒരു അതേപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ എത്തി. അവൾക്ക് ഭയങ്കര ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ, ഫസ്റ്റ് ടൈം വരുന്നല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ തുടങ്ങാൻ നിൽക്കണ്ടായിരുന്നു. 7:30 ടു ആണോ അതോ 7 ടു ആണെന്നുള്ളത് ഓർമ്മയില്ല കേട്ടോ. ഏതായാലും 9:30 വരെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിരുന്നു വീട്ടിലേക്ക് അവളാക്കിയതിന് ശേഷം. പിന്നെ ഒരു 9:30 ആ ടൈമിൽ ഞങ്ങൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അപ്പോൾ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷ്മോൾ ആദ്യം ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. പക്ഷേ അത് എല്ലാ ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരലൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ഇത് പറഞ്ഞാൽ നൈറ്റിൽ ഹസ്ബൻഡ് ഓഫീസിട്ട് വരുന്ന ടൈമിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി പോന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുക അവൾക്ക് അറിയാമെന്നൊക്കെ. പിന്നെ ഇവിടെ ഈ വീട് ഡിസൈൻ ചെയ്ത ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളി അറിയണം. ഞങ്ങൾക്ക് നൈറ്റിൽ കണ്ടിട്ട് തന്നെ അടിപൊളിയായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ പിന്നെ രാവിലെ ആകുമ്പോൾ കണ്ട അതൊക്കെ കുട്ടികൾ അവിടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വീട് കാണുന്നെ വേണം കേട്ടോ, അത്രക്ക് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണ്. ഇത് കണ്ടോ, നല്ല മെയിൻ്റെനൻസും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ നോക്കി കണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാറക്കൂട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നത്. ആ ഒരു നല്ലൊരു സൂപ്പർ ഐഡിയ ആണല്ലോ. അങ്ങനെ അവിടെ ഇങ്ങനെ നോക്കി കണ്ട് ഇത് നിൽക്കുന്ന അടിയിലാണ് കേട്ടോ ചുമർ ചിത്രം കണ്ടത്. ഇതും അടിപൊളിയാണ്. ഓരോരുത്തർ കലാവാസന അല്ലേ, മാഷാ അല്ലാ. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഗ്രാസൊക്കെ വെച്ചിട്ടുള്ളത് ഏതാണെന്നൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞുതരാണ്. അങ്ങനെ കാർ പോർച്ചിൻ്റെ ആ ഭാഗത്തോട്ട് വന്ന് അപ്പോൾ അവിടെ അങ്ങനെ തേക്കിലൊക്കെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ ഇഷ്മോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാൻ നിൽക്കട്ടോ. പോരുന്നിടയിൽ ഞാനൊരു ഡയലോഗ് അടിച്ചു, ഇഷ്മോളെ എനിക്ക് ദാഹിക്കുന്നുണ്ടാവും. കയ്യിൽ വാട്ടർ ബോട്ടിലുണ്ട്, പക്ഷെ എന്താ പറയുക, ദാഹം പോരുന്ന വഴിക്കിൽ കടയത്തെ ആ ഒരു കൂൾ ഡ്രിങ്കിന് എന്താപ്പല്ലേ. അങ്ങനെ ഇഷ്മോളോട് ഓരോ വിശേഷങ്ങളും എല്ലാം ഫ്രണ്ട്സിനായോ എന്നൊക്കെ ചോദിച്ച് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.